ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ബർഗറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ സാധാരണയായിട്ട് കഴിക്കുന്ന ബർഗറല്ല, നമ്മൾ ചിക്കിങ്ങിൽ നിന്നും KFCയിൽ നിന്നൊക്കെ കഴിക്കുന്ന സിംഗർ ബർഗറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. ഇതിനായിട്ട് ഞാൻ 4 ബോൺലെസ് പീസ് ചിക്കന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു പത്തിരി റോളർ ഉപയോഗിച്ച് സോഫ്റ്റ് ആയിട്ടൊന്ന് അടിച്ച് പരത്തി കൊടുക്കാം. ഒരു റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ല ഹാർഡായിട്ട് ഒരിക്കലും ചെയ്യരുത്. അപ്പോൾ നമ്മളുടെ ചിക്കൻ ആകെ ഉടഞ്ഞു പോകും. നമ്മളിവിടെ കനം കുറച്ചാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്, അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് 1 ടീസ്പൂൺ സോയാ സോസ്, 1/2 ടീസ്പൂൺ വൈറ്റ് വിനീഗർ, 1 ടീസ്പൂൺ വൈറ്റ് പെപ്പർ പൗഡർ, അതില്ലെങ്കിൽ ബ്ലാക്ക് പെപ്പർ എടുത്താലും മതി, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതൊന്ന് മിക്സാക്കി എടുക്കാം. നമ്മൾ സോയാ സോസിൽ ഓൾറെഡി ഉപ്പുള്ളതാണ്, അതുകൊണ്ട് ഉപ്പിൻ്റെ കാര്യം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മിക്സാക്കി എടുക്കാം. ഞാനിവിടെ 4 പീസ് ചിക്കൻ്റെ അളവ് ആണ് കാണിക്കുന്നത്. നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് എല്ലാം ഒന്ന് കൂട്ടി കൊടുക്കണം. ഇനി ഞാനിത് 1 മണിക്കൂർ ഫ്രിഡ്ജിലോട്ട് മാറ്റുകയാണ്. 1 മണിക്കൂറിന് ശേഷമാണ് ഇത് പൊരിച്ചെടുക്കുന്നത്. അതിന് മുമ്പായിട്ട് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള മിക്സ് തയ്യാറാക്കാം. 1/2 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ, 1/4 ടീസ്പൂൺ മുളക് പൊടി. ഇത് എരിവുള്ളതാണ്, അതുകൊണ്ടാണ് കുറച്ചത്. ആവശ്യത്തിന് ഉപ്പ്. ചിക്കനിൽ ഓൾറെഡി ഉപ്പുണ്ട്, അതുകൊണ്ട് ഇതിലോട്ട് വേണ്ട ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു ബൗളിലോട്ട് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതിലോട്ട് 1 ടീസ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുത്തൊന്ന് മിക്സാക്കി എടുക്കണം. ഞാനിവിടെ 1 മണിക്കൂറിന് ശേഷം ചിക്കൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ നിങ്ങൾ കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും വെക്കണം, എങ്കിൽ ചിക്കന് നല്ല ഫ്ലേവർ കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മളുടെ പൊരിച്ചെടുക്കുന്നത് കോട്ട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ഡബിൾ കോട്ടിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ പീസ് കോഴിമുട്ടയുടെ മിക്സിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മൈദ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. ഈ സമയത്ത് കോഴിമുട്ടയിൽ മിക്സ് ആക്കിയെടുത്ത കൈകൊണ്ട് ഒരിക്കലും നമ്മളുടെ മൈദയുടെ മിക്സിൽ കൈ വെക്കരുത്. അങ്ങനെ ചെയ്താൽ മൈദ ആകെ കട്ട പിടിച്ചു പോകും. അപ്പോൾ നമ്മളുടെ അളവൊക്കെ ആകെ മാറിപ്പോകും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞത്. ഇനി വീണ്ടും നമുക്ക് മൈദയുടെ മിക്സിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് രണ്ടാമതായിട്ട് ഒന്നുകൂടെ മൈദ എല്ലാ ഭാഗത്തോട്ടും ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. നല്ല ക്രിസ്പിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഡബിൾ കോട്ടിംഗ് ഒക്കെ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതുപോലെ മൊത്തത്തിലൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ ഞാൻ ഒരു പാനിൽ എണ്ണയൊക്കെ ഒഴിച്ച് ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ചിക്കൻ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മളുടെ തീ നല്ല ഹൈ ഫ്ലെയിമിലായിരിക്കണം. ഇട്ട് കൊടുത്ത സമയത്ത് തന്നെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റണം. നമ്മളിവിടെ ബോൺലെസ് പീസാണ് എടുത്തിട്ടുള്ളത്, പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾക്ക് ഉൾഭാഗം വേവാതെയും പുറംഭാഗം കരിഞ്ഞു പോവുകയും ചെയ്യും ഫ്ലെയിം കൂട്ടി വെച്ചാൽ. അതുകൊണ്ടാണ് തീ കുറച്ച് വെക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഇനി നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് പൊരിച്ചെടുക്കാം.
ഞാനിവിടെ ബണ്ണ് അൽദാൻ്റെയാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ഞാനെടുത്ത പാക്കറ്റിൽ 4 പീസാണുള്ളത്. നിങ്ങൾക്ക് 6 പീസുള്ളതൊക്കെ ഇപ്പോൾ കിട്ടുന്നതാണ്. ഈ ബണ്ണ് കട്ട് ചെയ്യാത്തതാണ്. കട്ട് ചെയ്തത് ഇപ്പോൾ എല്ലാ ഷോപ്പിലും കിട്ടുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ബണ്ണെടുക്കുമ്പോൾ ബർഗർ ബണ്ണ് എന്ന് വെച്ച് അങ്ങനെ തന്നെ വാങ്ങിക്കണം. അതിനായിട്ട് നമുക്കിതിന് കുറച്ച് സോസ് വേണം. അതിനായിട്ട് 2 ടീസ്പൂൺ മയോണൈസ്, ഇതിലോട്ട് 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, ഇനി നമുക്ക് വേണ്ടത് മസ്റ്റാർഡ് സോസാണ്. ഇത് ഞാൻ 1/2 ടീസ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എനിക്ക് ഈ മിക്സിലോട്ട് 1/2 ടീസ്പൂൺ കറക്റ്റ് അളവാണ്. അപ്പോൾ നിങ്ങൾ ക്വാണ്ടിറ്റി കൂട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലേവർ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂട്ടി കൊടുത്താൽ മതി. കൂടിപ്പോയാലും വേറൊരു ടേസ്റ്റ് കൂടുതലായി കിട്ടും. അതുകൊണ്ട് ഈ ഒരളവ് എടുക്കുകയാണെങ്കിൽ 1/2 ടീസ്പൂണിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ബർഗർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ബണ്ണ്, സോസ് റെഡിയാക്കിയിട്ടുണ്ട്, ലാറ്റ്യൂസ് ലീവ്സ് എടുത്തിട്ടുണ്ട്, അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ടൊമാറ്റോ ചെറുതായി റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ ചിക്കനും, പിന്നെ എടുത്തിട്ടുള്ളത് ചീസ് സ്ലൈസ്ഡ് ആണ്. ഇനി നമുക്ക് ആദ്യം തന്നെ ബണ്ണിൻ്റെ താഴത്തെ പോർഷൻ എടുത്ത് ഈ സോസ് ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഈ ലാറ്റ്യൂസ് ലീവ്സ് എടുത്ത് ഇതൊന്നിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ എല്ലാ ഷോപ്പിലും കിട്ടുന്നതാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചൂടോടെ പൊരിച്ച് വെച്ചിട്ടുള്ള ഫ്രൈഡ് ചിക്കനും അതിൻ്റെ മുകളിലായിട്ട് 2 ടൊമാറ്റോയും കൂടെ വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മളിവിടെ ചീസ് സ്ലൈസ് വെച്ച് കൊടുക്കുന്നത്. ഇനി നമ്മൾ വെക്കുന്ന ബണ്ണിൻ്റെ താഴത്തെ ഭാഗവും നല്ലവണ്ണം സോസ് തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ സിംഗർ ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തന്നെ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മളിവിടെ ചൂടോടെയാണ് ചിക്കൻ വെച്ചതുകൊണ്ട് നമ്മളുടെ ചീസ് ആ ചൂടിൽ തന്നെ കിടന്ന് മെൽറ്റായി കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.